ആ ഓഡിയൻസ് ആണ്. അവർക്കൊരു ആദ്യം ഒരു കൈവീശി കാണിച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഏറ്റവും വിഷമം എന്തറിയാമോ? നിങ്ങൾ കാരണം ക്രീം ബൺ കിട്ടാനില്ലെന്നാ പറയാം. കാരണം എല്ലായിടത്തും ഇപ്പൊ ക്രീം ബണ്ണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് എവര് കഴിക്കണം കണ്ടിട്ടാണെന്നാ പറയണത്. സത്യമാണോ അത്? ആണല്ലേ? ഏത് സ്ഥലത്തെ ക്രീം ബണ്ണാണ് ഇത്രയും ടേസ്റ്റ്? അത് ഞങ്ങളുടെ അവിടെ അടുത്തൊരു കടയുണ്ട്, അവിടുന്നാണ് ക്രീം ബണ്ണ് വാങ്ങിക്കുന്നത്. ആ കടക്കാരൻ ഇപ്പൊ ഭയങ്കര തിരക്കായി കാണുമല്ലോ. പുള്ളിയുടെ തന്നെ ഷെയർ ചോദിക്കണം അല്ലേ? ലെവിൻ അല്ല, ഞാൻ ലെവിൻ അഭിലാഷ് അല്ലെ? അപ്പൊ ലെവിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. അമ്മ നമസ്കാരം. അതുപോലെ അഭിലാഷിന്റെ അച്ഛൻ അല്ലെ? അച്ഛനുമാണ് വന്നേക്കുന്നത്. വെൽക്കം വെൽക്കം വെൽക്കം. ലെവിനും അഭിലാഷും സഹോദരങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ചേട്ടത്തെ അനിയത്തി മക്കളാണ് അല്ലെ? എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം തുടങ്ങാൻ തീരുമാനിച്ചത്? ഞങ്ങൾ ആദ്യമേ വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല, ഞങ്ങൾ ചുമ്മാ ചെറുതായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയതാണ്. ഈ കനാൽ ബോയ്സ് എന്നുള്ള പേരെങ്ങനെ കിട്ടി? അത് കനാലിന്റെ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. ഞങ്ങളുടെ ജീവിതം കനാലല്ലേ? അതെ 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 അതെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, യൂട്യൂബില് ഇവര് എത്രയും ഫേമസ് ആയിട്ട് നിൽക്കുമ്പോഴും ഇവരിപ്പോഴും യൂട്യൂബിന്റെ ഒരു ടെക്നിക്കൽ സൈഡും നോക്കിയിട്ടില്ല അല്ലേ? അതിന് മോണിറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആരും നിങ്ങളെ സമീപിച്ചില്ലേ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്? അറിയില്ലാത്തോണ്ട് ആ നിലവറ നിറച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ വീട്ടിൽ കൊണ്ടുപോകാനുള്ള മാക്സിമം എല്ലാം കൊണ്ടുപോയാൽ നമുക്കിനി ബാക്കി കളിയും കൂടെ നടത്താറുണ്ട്. അപ്പൊ എല്ലാം അല്ല, ആവശ്യമുള്ളതൊക്കെ എടുത്തോ. എന്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം പറയും? ടി വി വേണം. അവിടെ വീട്ടില് ടി വി ഉണ്ടോ? ഇല്ല, വീട്ടില് ടി വി ഇല്ല. എന്തായാലും കളിയിലോട്ട് സ്വാഗതം കേട്ടോ, സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എതിരാളികളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എതിരായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അവര് ഈ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാല് ഈ സ്റ്റാറുകളാണ്, സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. അറിയാലോ, ശരിക്കും അഭിനയിക്കാണെന്നേ പറയില്ല, അവരുടെ ജീവിതം ശരിക്കും എടുത്ത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാം. ഈ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും തന്നെ. ആ ടീമിന്റെ പേര് ഒരുമിച്ചേ പറയാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെ നമ്മൾ ആ പേര് കേട്ടിട്ടുള്ളൂ. മീറ്റ് ആൻഡ് മിറി. ലെറ്റ്സ് വെൽക്കം മീറ്റ് ആൻഡ് മിറി. മീറ്റ് ആൻഡ് മിറി, വെൽക്കം. ഈ രണ്ടുപേരുടെ അങ്ങനെ ഒരുമിച്ചേ പേര് പറഞ്ഞ് ശീലമുള്ളൂ, അതുകൊണ്ടാണ്. ശരിക്കും പേര് മീറ്റ് എന്നുള്ളത് തന്നെയാണോ? പേരെന്താണ് ശരിക്കും? ഒന്ന് ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാണ് വിമൽ കുമാർ എന്ന് പറഞ്ഞ പോലെയാണല്ലേ? ശരിക്കുമുള്ള ഒറിജിനൽ പേര് നമ്മളത് വെളിവാക്കുന്നുണ്ടോ ഇല്ലയോ? വെളിവാക്കാം, കാരണം ചേട്ടന്റെ അതേ പേരാണ് എന്റേത്. മിത്തിനാണ്, വെളിവാക്കേ വേണ്ട. അതാണോ മീറ്റായത് അല്ലേ? അടിപൊളി. ശരിക്കും മറ്റേ മിറിയോ? മിറി മിത്തേട്ടൻ എന്നെ വിളിക്കുന്ന പേരാണ് മിറി. എന്റെ ശരിക്കും പേര് ഋതുഷ എന്നാണ്. ഋതുഷ. മീത്തിന്റെ മിയും റിയും കൂടി ചേർത്ത് മിറി, അങ്ങനെയാണോ? ഓ അടിപൊളി. അത് പിന്നെ നിങ്ങളുടെ കോണ്ടന്റ് ഭയങ്കര രസമാണ്. ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? റിയൽ ലൈഫിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, പിന്നെ ചേട്ടന്റെ ഒക്കെ വീഡിയോസ് ഇടക്കിടക്ക് നമ്മള് കാണാറുണ്ട്. ചേട്ടനൊക്കെ കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ആശ്വാസം. ഇവിടെ മാത്രല്ല, അവിടെയും ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.